ഹരകൃഷ്ണ. ദുഷ്ടനായ രാവണന്റെ മരണശേഷം നല്ലവനായ വിഭീഷണനെ എല്ലാവരും ചേർന്ന് ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്തു. സീതയെ വൈകാതെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ശ്രീരാമൻ നിശ്ചയിച്ചു. ആ ചടങ്ങുകൾ നടക്കുമ്പോൾ രാഘവൻ ആഞ്ജനേയനെ അടുത്തു വിളിച്ചു പറഞ്ഞു, മാരുതപുത്ര, താങ്കൾ ചെന്ന് ഇവിടെ നടന്നതെല്ലാം എൻ്റെ ജാനകിയെ അറിയിക്കൂ. ദേവിയെ കൂട്ടിക്കൊണ്ടുവരൂ. ഹനുമാൻ ഉടനെ അശോകവനത്തിലെത്തി വിവരങ്ങളെല്ലാം സീതാദേവിയെ അറിയിച്ചു. ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം വിഭീഷണനും അവിടെ എത്തി. ഹനുമാനും വിഭീഷണനും പറഞ്ഞതനുസരിച്ച് സീതാദേവി ത്രിജടയോടൊപ്പം തേരിൽ കയറി ശ്രീരാമന്റെ മുന്നിൽ വന്നിറങ്ങി. ശ്രീരാമൻ സീതയെയും കൊണ്ട് വിമാനത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. ഇടയ്ക്ക് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലിറങ്ങി അവർ വിശ്രമിച്ചു. അപ്പോൾ ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു, ആഞ്ജനേയ, നീ ഉടനെ അയോധ്യയ്ക്കടുത്തുള്ള നന്ദി ഗ്രാമത്തിലെത്തി ഞങ്ങൾ വരുന്ന വിവരം എൻ്റെ അനുജന്മാരായ ഭരതനെയും ശത്രുഘ്നെയും അറിയിക്കണം. ശ്രീരാമൻ്റെ വനവാസത്തിൻ്റെ 14-ാം വർഷം പൂർത്തിയാകുന്ന ദിവസമായിരുന്നു അത്. അന്ന് ജ്യേഷ്ഠൻ തിരിച്ചെത്താതിരുന്നാൽ സഹോദരന്മാർ കടുങ്കൈ വല്ലതും ചെയ്യുമോ എന്ന് ഭയന്നാണ് ശ്രീരാമൻ ഹനുമാനെ അയോധ്യയിലേക്ക് നേരത്തെ അയച്ചത്. ഹനുമാൻ ശ്രീരാമൻ്റെ മുദ്രമോതിരം അടയാളമായി വാങ്ങിയ ശേഷം അയോധ്യയിലേക്ക് ചാടി. അപ്പോൾ അയോധ്യയിലെ സ്ഥിതി എന്തായിരുന്നു എന്നോ? ഭരതൻ ജ്യേഷ്ഠനെ കാണാതെ സങ്കടപ്പെടുകയാണ്. ശത്രുഘ്ന, ഞാൻ ഇവിടെ സസന്തോഷം നാടുവാഴുകയാണെന്ന് കരുതിയായിരിക്കും ജ്യേഷ്ഠൻ ഇവിടേക്ക് വരാത്തത്. ഞാൻ ഭരിച്ചാൽ നാടു ഭരിക്കേണ്ട ചുമതല അദ്ദേഹത്തിനാകും. അപ്പോൾ അദ്ദേഹം തിരിച്ചെത്തി അയോധ്യയുടെ ഭരണ ചുമതല സ്വീകരിക്കും. ഭരതൻ ഇങ്ങനെ ശത്രുഘ്നോട് പറഞ്ഞുകൊണ്ട് ഒരു ചിത കൂട്ടാൻ ഏർപ്പാട് ചെയ്തു. നന്ദിഗ്രാമത്തിൽ ചിത തയ്യാറായി. അഗ്നികുണ്ഡത്തിനു മുമ്പിൽ അതിനേക്ക് ചാടാൻ തയ്യാറെടുത്തുകൊണ്ട് ഭരതൻ വന്നു നിന്നു. ഭരതനോടൊപ്പം ജീവത്യാഗത്തിനൊരുങ്ങി ശത്രുഘ്നനും നിൽപ്പുണ്ട്. ആകാശത്തിലൂടെ പോയിരുന്ന ഹനുമാൻ ആ രംഗം കണ്ടു. ഹനുമാൻ അതിവേഗം താഴെ ഇറങ്ങി ചിതയിലെ അഗ്നി ഹനുമാൻ കെടുത്തിക്കളഞ്ഞു. ഭരതനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ശത്രുഘ്നെയും. ശ്രീരാമന്റെ മുദ്രയുള്ള മോതിരം ഭരതന് നൽകി ഹനുമാൻ അദ്ദേഹം പറഞ്ഞയച്ച കാര്യങ്ങൾ ഭരതനെ അറിയിച്ചു. സന്തോഷത്തോടെ കിരീടധാരണത്തിന് ഒരുക്കങ്ങൾ ചെയ്തു. നാടെങ്ങും അലങ്കരിച്ചു. പട്ടാഭിഷേകത്തിന് സപ്തസാഗരത്തിലെ ജലം കൊണ്ടുവന്നത് ഹനുമാനാണ്. അദ്ദേഹം ചാടി പറന്നുപോയി 7 സമുദ്രങ്ങളിലും നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്നു. വസിഷ്ഠ മഹർഷി ശ്രീരാമനെയും സീതയെയും അഭിഷേകം ചെയ്തു. ശ്രീരാമന്റെ ശിരസിൽ മാണിക്യ മകുടം അണിയിക്കുകയും ചെയ്തു. ശ്രീരാമൻ ഹനുമാന് സമ്മാനങ്ങൾ നൽകി. സീതാദേവി വിശിഷ്ടമായ ഒരു പവിഴമാല ഹനുമാന് സമ്മാനിച്ചു. ശ്രീരാമന്റെയും സീതാദേവിയുടെയും അനുഗ്രഹാശിസ്സുകൾ സ്വീകരിച്ച് കൃതകൃത്യനായി ഹനുമാൻ വിടവാങ്ങി. ജയ് ശ്രീറാം.